റൈജി സിജോ സിസ്റ്റർ പ്രീതി മേരിയുടെ സഹോദരിയാണ്. റൈജി, നിങ്ങളൊക്കെ ആശങ്കയിലാണ്, നമ്മളെല്ലാവരും തന്നെ ആശങ്കയിലാണ്. 2 കന്യാസ്ത്രീകൾ, താങ്കളുടെ സഹോദരി അടക്കം ഇപ്പോൾ ജയിലിലാണ് ഉള്ളത്. ഇതിൽ ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം? ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നീങ്ങേണ്ടതില്ല, അവരുടെ മാതാപിതാക്കളുടെ നിലപാടെന്ത്, ഇവർ കൊടുത്ത മൊഴി എന്ത് എന്ന് അറിഞ്ഞതിന് ശേഷം മതി എന്നാണല്ലോ നമ്മൾ നേരത്തെ കേട്ടത്. മൊഴി എന്താണെന്ന് അറിയാനായിട്ടുണ്ടോ? കാരണം അവിടെ വെച്ച് തന്നെ കൊണ്ടുപോകുന്ന ഒരു പെൺകുട്ടിയുടെ മൊഴി ഭീഷണിപ്പെടുത്തി മാറ്റിക്കുന്നുണ്ട്. അതെ മാഡം, ഞങ്ങളുടെ ഒരു കുടുംബം തകർന്നിരിക്കുകയാണ്. കാരണം ഇങ്ങനെയൊരു ഇൻസിഡൻറ്റ് ഞങ്ങളുടെ ഒരു ഫാമിലിയിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പണ്ടൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് സിസ്റ്റർ വരുമ്പോൾ, ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ സിസ്റ്റേഴ്സിനും അതുപോലെ അച്ഛന്മാരൊക്കെ ഒക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം ഇതിന് തൊട്ട് മുമ്പ് അവിടെ ഒരു പള്ളി ആക്രമിക്കപ്പെട്ടു. ആ സമയത്ത് ആശുപത്രിയിലൊക്കെ സിസ്റ്റർമാരെ അടച്ച് ഇട്ടു, പൂട്ടിയിട്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് നേരത്തെ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ പ്രവർത്തിക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു? കാരണം വർഷങ്ങളായി 60 വർഷത്തോളം ഒക്കെ പ്രവർത്തിക്കുന്ന സന്യാസിനിമാരാണ്. അതെ, അവിടെ സിസ്റ്റർ ഏച്ചി ഇപ്പോൾ ഒരു 30 വർഷമായിട്ട് നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തനം ചെയ്യുന്നതാണ്. സിസ്റ്റർ ഞങ്ങളുടെ ചേച്ചിയാണെങ്കിൽ നേഴ്സാണ്. അതുകൊണ്ട് അവർ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട മഠങ്ങളിലാണ് ചേച്ചി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഇതുവരെ അവർക്കൊരു പ്രശ്നം നേരിടേണ്ടി വന്നിട്ടില്ല. ചേച്ചിക്ക് അതുകൊണ്ട് അങ്ങനെ ഒരു ആകുലത ഉണ്ടായിട്ടില്ല. പക്ഷേ മറ്റുള്ളവർക്ക് നേരിടണമെന്ന് കാണുമ്പോൾ ചേച്ചിക്ക് ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. വീട്ടിൽ വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് വീഡിയോകൾ കാണിച്ചു തരുമായിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു, പണ്ടത്തെ അതൊന്നും സ്വാതന്ത്ര്യമില്ല ഞങ്ങൾക്ക് അവിടെ പുറത്തിറങ്ങാൻ, പേടിച്ചിട്ട് വേണം പുറത്തിറങ്ങാൻ, ഒത്തിരിയേറെ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് ചേച്ചി ഞങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഇത് ഇത്രയും രൂക്ഷമായിട്ടുള്ളൊരു പ്രശ്നമാണെന്ന് ഒരിക്കലും ഞങ്ങൾക്ക് തോന്നിയില്ലായിരുന്നു. കാരണം ചേച്ചി ഇങ്ങനെ ക്ലിനിക്കിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ട് ചേച്ചി എപ്പോഴും സേഫായിരുന്നു. വേറെ കാരണം ഒത്തിരി നല്ല അവിടുത്തെ ആദിവാസികളാണെങ്കിലും ന്യൂനപക്ഷ ആൾക്കാരാണെന്നുണ്ടെങ്കിലാണ് ഇവരുടെ ക്ലിനിക്കിൽ വരുന്നത്. വലിയ വലിയ ഹോസ്പിറ്റലിലൊന്നും പോകാൻ കഴിവില്ലാത്തവരും അധികം പഠിപ്പില്ലാത്തവരൊക്കെയാണ്. ഇവരെ ആശ്രയിച്ചാണ് അവിടുത്തെ ഒരു കൂട്ടം സമൂഹം ജീവിക്കുന്നത്. അവർക്ക് എന്ത് ഹെൽത്തിന് ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിലും അവർ വരുന്നത് ഇവരെ കാണാനും ഇവരാണ് അവർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നതും. ഇപ്പോൾ ഇവരുടെ ക്ലിനിക്കിലും ഇവരുടെ പറഞ്ഞോളൂ, പൂർത്തിയാക്കോളൂ. സംസാരിച്ചോ. അല്ല, ഇപ്പോൾ ഈ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പറയുന്നത് പെൺകുട്ടികളെ മതം മാറ്റാനുള്ള ശ്രമം നടന്നു എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്ന 2 പെൺകുട്ടികളും CSI സഭയിലുള്ളവരാണ്. സഭയിൽ തന്നെയുള്ളവരെ മതം മാറ്റേണ്ട ഒരു വിഷയം അവിടെ ഉദിക്കുന്നില്ല. അത് മതം മാറ്റമാണ് എന്ന ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ വാദം അതേപടി അംഗീകരിച്ചുകൊണ്ടാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിനോട് എന്താണ് പറയാനുള്ളത് റൈജി? ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇവരിപ്പോൾ സംസാരിക്കുന്ന ഒരു കാര്യങ്ങൾ കാണുമ്പോൾ കണ്ണടച്ചിട്ട് ഇരുട്ടാണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കണം എന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രത്തിലാണ്, ഇന്ത്യയിലാണ് താമസിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഒരു സിസ്റ്റേഴ്സിൻ്റെ ആണെങ്കിലും മതത്തിൻ്റെ, നമ്മുടെ സന്യാസം ക്രിസ്ത്യൻസിൻ്റെ ഒത്തിരി ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ വരുന്നവരെ നമ്മൾ മതം മാറ്റാനിരുന്നാൽ എന്താ പറയുന്നത്? അവർ പറയുന്നത് അല്ല, ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഓൾറെഡി അവിടെ വന്നിരുന്ന കുട്ടികളും അവരുടെ പേരൻസും ക്രിസ്ത്യൻസ് ആണ്. പിന്നെ അവരുടെ ആധാർ കാർഡ് കൺസെൻ്റ് ഒക്കെ അവർ കാണിച്ചു. എന്നിട്ട് അവരിപ്പോൾ ആദ്യം FIRൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത് മതപരിവർത്തനവും മനുഷ്യക്കടത്തും എന്നാണ്. പിന്നെ അവർ FIRൽ അത് മതപരിവർത്തനം എന്നുള്ളത് ഞങ്ങൾ കണ്ട FIRൽ ഇല്ല, മനുഷ്യക്കടത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യക്കടത്ത് എന്താണെന്ന്, ഇതാണോ മനുഷ്യക്കടത്ത്? ഇല്ല. പിന്നെ മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് മനുഷ്യക്കടത്ത്. എന്താ ഉദ്ദേശിക്കുന്നത്? പ്രായപൂർത്തിയായവരെ കടത്തിക്കൊണ്ടുപോവുകയാണ് ഇത്രയും ആളുകളുള്ള ഒരു സംവിധാനത്തിൽ. അതൊക്കെ നമ്മുടെ ഇത്രയും വലിയൊരു രാജ്യത്ത് ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു രാജ്യത്ത് പറയാൻ പറ്റുന്ന കാര്യമാണ് ഈ പറയുന്നത്. കാരണം അത്രയും പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികൾ യാതൊരു പ്രകോപനവും കൂടാതെ അവർക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്ത് അവർക്ക് ജോലിക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ കൊണ്ടുപോകുന്നതാണ്. എന്നിട്ടാണ് ഇത്രയും ഒരു പച്ചക്കള്ളം അവർ പറയുന്നത്. അവരെ പ്രകോപിച്ച് കൊണ്ടുപോകുന്നതാണെന്ന്. അത് നമുക്ക് ആ വീഡിയോയിൽ തന്നെ കാണാം. Debate with Smriti Parithikar.